കഴിഞ്ഞ ദിവസം ഞാനൊരു ഇൻസ്റ്റയിലൊരു വീഡിയോ കണ്ടു പുട്ടും മാമ്പഴം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് അത് കണ്ടത്. അപ്പോൾ കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഓൾറെഡി കഴിഞ്ഞ ദിവസം വാങ്ങിയ മാമ്പഴം ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഓർത്തു. അപ്പോൾ നമുക്കൊന്നിച്ച് ട്രൈ ചെയ്യാം. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പുട്ടുപൊടി നനച്ചെടുക്കുന്നുണ്ട്. പുട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ പുട്ടുപൊടി നനയ്ക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. അത് വളരെ റെയറായിട്ടേ സെറ്റായി വരുള്ളൂ. അപ്പോൾ എന്തായാലും ഇത്തവണ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വന്നിട്ട് നമ്മൾ പുട്ടിൻ്റെ ആ ചിരട്ടയിലേക്ക് നമ്മളാണെങ്കിൽ തേങ്ങയും അതുപോലെ തന്നെ പുട്ടിൻ്റെ പൊടിയിട്ട് നമ്മൾ കുക്കറിലേക്ക് വെക്കുന്നുണ്ട്. ആ ടൈമിൽ നമ്മൾ മാങ്ങ വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി കഴിഞ്ഞ ദിവസം നമ്മളിത് കട്ട് ചെയ്ത് കഴിച്ചതാണ്. നല്ല മധുരമുള്ള മാമ്പഴമാണ് കേട്ടോ. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പം എന്താണ് ഈ മാങ്ങ മേടിച്ചപ്പോൾ എനിക്കിങ്ങനൊരു പ്ലാൻ ഇല്ലായിരുന്നു. പക്ഷേ ഒരു വീഡിയോ ഇന്നലെ കാണാനിടയായി. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മാങ്ങയൊക്കെ വൃത്തിയാക്കി നമ്മൾ പാത്രത്തിലേക്കാക്കി മാറ്റുന്നുണ്ട്. ആ ടൈമിലേക്ക് നമ്മുടെ പുട്ടിന് ആവി വന്നിട്ടുണ്ട്. നമ്മൾ ആ പുട്ട് എടുത്തിട്ട് നമ്മുടെ മാമ്പഴം എടുത്ത് അതേ പാത്രത്തിലോട്ട് ഇട്ടിട്ട് നമ്മൾ മാമ്പഴമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. എനിക്ക് ഈ ഓഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ കൊതി വരുന്നുണ്ട്. കാര്യം അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു കേട്ടോ. ഇപ്പോഴും എൻ്റെ വായിന്ന് ആ ടേസ്റ്റ് പോയിട്ടില്ല. മധുരമുള്ള മാമ്പഴം കൊണ്ട് തന്നെ ഞാൻ പഞ്ചസാര ഒന്നും പുട്ടിനോട് ആഡ് ചെയ്തിട്ടില്ല. എന്നിട്ട് ഞാൻ കഴിച്ചു നോക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത സാധനം, ഒരു അണ്ടർ റേറ്റഡ് സംഭവം എന്നൊക്കെ പറയില്ലേ, അതിലൊരു സംഭവമാണ് കേട്ടോ. ഇത് രണ്ടും നമ്മൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇതുവരെ നമ്മൾ പുട്ടിൻ്റെ കൂടെ കഴിച്ച ഒന്നുമല്ലാന്ന്. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ എന്തായാലും നിങ്ങൾ മാമ്പഴ സീസണൊക്കെ ആയതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ബൈ.